ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മളൊരു ചെങ്ങായിൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് തോട്ടമൊക്കെ ഒന്ന് നടന്ന് കാണാം. കുട്ടവിടെ കാര്യമായിട്ട് പിന്നെ എന്ത് കൃഷികളാണ് ഉള്ളത്? ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ചീരയാണ്. ചീര, പിന്നെ പയറ്, പിന്നെ പുതുതായിട്ടുള്ള നമ്മൾ കോഴിക്കോട് ജില്ലയിലില്ലാത്ത പൊട്ടുവെള്ളരി, പിന്നെ കുറച്ച് വത്തക്കേണ്ട ഇട്ടിട്ടുണ്ട്. പിന്നെ വെണ്ട, അങ്ങനത്തെ ഓരോ സാധനം. ഈ ചീരയൊക്കെ വിളവെടുപ്പായാലപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഒരു സൈഡ് തീരാനായി. ഇപ്പോഴത്തെ അടുത്തടുത്ത് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സാധനങ്ങളാണുള്ളത്. പയറ്, വെണ്ട, പിന്നെ 2 തരം ചീര, പിന്നെ വത്തയ്ക്ക ചെറുതായിട്ടുള്ളൂ, വലുതായിട്ടുള്ള ചെറുത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് പൊട്ടുവെള്ളരിയാണ് സാധനമാണ്. അതും വിളവെടുപ്പായിട്ടില്ല. അത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഇല്ലാത്തൊരു സാധനമാണ് പൊട്ടുവെള്ളരി പറഞ്ഞത്. അതിവിടെ സാധനം നല്ല ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വിളവെടുപ്പിനായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഒരു 3 കിലോ വരെ ഉണ്ടാവും ഒരു സാധനം. പക്ഷേ ഇത് നല്ല വെയിറ്റാണ്. അതുകൊണ്ട് നിലത്തിങ്ങനെ പടർന്ന് കിടക്കല്ല, നിലത്തിങ്ങനെ കിടക്കുകയാണ് സാധനം. നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത് പൊട്ടുമ്പോഴാണ് ഇത് സാധനം വിളവെടുപ്പ് നടത്തുന്നത്. കേടാണ് സംഭവം. പക്ഷേ ഇത് ശരിക്കിത് ഒരു വിണ്ട് കീറി പൊട്ടലാണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് അടിഭാഗം ഒരു കളർ മാറ്റം വരികയാണ്. നല്ല കേടായിരിക്കും. ഇതിന് സ്മെല്ലുണ്ടാവും, ചെറിയ സ്മെല്ല്. ആ സ്മെല്ല് എടുത്ത് താനെ വന്ന് അയ വെള്ളം ഓല ആകർഷിക്കുന്ന സ്മെല്ലായിരിക്കും. മറ്റേത് മത്തം വണ്ട് എന്ന സാധനം. ഈ ഇല തിന്നുന്ന ഈ ഇലക്ക് അത് തിന്നുന്നില്ലേ, അത് തിന്നണ സാധനം. അതിന് എന്താ ഒട്ടി പിടിക്കുക അതില്? ഈ
ഇതാദ്യം അവർ തുടങ്ങിയത് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ഒരു അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞ് തുടങ്ങിയതിന്. പിന്നെ ഇതുകൊണ്ട് വിളവെടുപ്പൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അവരിത് വിചാരിച്ച് പുറത്ത് ചെയ്ത് നോക്കിയാലോ, അങ്ങനെയാണ് അവരിത് വന്ന് വിജയിച്ചത്. ഇപ്പോൾ 2-3 സ്ഥലത്ത് ഇവർക്ക് ഈ സംഭവം നടത്തുന്നുണ്ട് കൃഷിയായിട്ട്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വത്തയ്ക്ക. പക്ഷേ ചെറിയ സാധനമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് തുടങ്ങിയിട്ടുള്ളൂ, കായ്ക്കാൻ തുടങ്ങി. കായ് ഒരുപാടുണ്ട്, പക്ഷേ ചെറുതാണ്. ഇത് നമ്മളെ മറ്റേ വത്തയ്ക്ക തോന്നുന്നുണ്ട്, ഇറാനി വത്തയ്ക്ക, അതാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടുവെള്ളി ചെയ്യുന്നത്. അവർ ഞങ്ങൾക്ക് എത്തിയപ്പോൾ ഞങ്ങളിത് നോക്കുന്ന കണ്ടപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു കഷ്ണം തന്നു, മുറിച്ച് വിശേഷം. ഭയങ്കര ടേസ്റ്റായി സാധനം കഴിക്കാം, നല്ല പൊടിയുള്ള സാധനമാണ്. പക്ഷേ സലാഡൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പച്ചയ്ക്ക്. പക്ഷേ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ജ്യൂസ് അടിക്കാനാണ്. പിന്നെ അതാ ഞങ്ങൾ പോകാൻ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും ഇവർ ചീര പറിക്കുന്ന സമയം വൈകുന്നേരമാണ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ രാവിലെ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചീരയൊക്കെ പൊട്ടിച്ച് തന്നു. പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ, കൃഷിയിൽ നിന്ന് എല്ലാവരും ബാക്കോട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ കുട്ടൻ സുനീഷ് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കൃഷി ചെയ്യുന്നത്. അവനിപ്പോൾ ഒരു ഹോബി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സുനീഷിന് അവൻ്റെ ഹോബിയിൽ നിന്ന് തന്നെ അവന് വരുമാനമായി തുടങ്ങി.